നമസ്കാരം. കേരള മീഡിയ എന്നുള്ള കോളത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മളിത് കിടക്കുന്നത്. കേരള മീഡിയ എന്നുള്ള ഇംഗ്ലീഷിലുള്ള കോളവും ആ കോളത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇൻട്രഡക്ഷൻ തരുന്ന വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ ചേർത്ത് നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ചരിത്ര പുരുഷൻ്റെ 150-ാം വാർഷികം കടന്നുപോയി. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ വാർത്തയിൽ തങ്ങി നിൽക്കും. ജാതി സെൻസസിനെ കുറിച്ചും അവർണ പൂജാരികളെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നത്. അവിടെ നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വ്യക്തിയിലേക്ക് നമ്മൾ ഈ ചർച്ചയെ നമ്മൾ ചുരുക്കുന്നതും അതിനൊപ്പം ശ്രീനാരായണ ഗുരുവിലേക്കും വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലേക്ക് നമ്മൾ ഈ ചർച്ച ഒതുക്കുകയാണ്, ചുരുക്കുകയാണ്. കാരണം അവരിലേക്ക് ചുരുക്കുമ്പോൾ, ഈ രണ്ട് വ്യക്തികളിലേക്കും നമ്മൾ ചുരുക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ സങ്കല്പങ്ങളും എല്ലാം എത്രമാത്രം വിശാലമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇസ്ലാം മതത്തിലെ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രതീകമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഒരുപക്ഷെ അമീർ ചന്ദ്രമകുലിനെ പോലെയുള്ള വ്യക്തികൾക്ക് മാത്രം, അല്ലെങ്കിൽ എം.എൻ. കാശിയെ പോലുള്ള ചുരുക്കം ചില വ്യക്തികൾക്ക്, ഇന്നിപ്പോൾ ലിയാഖത്ത് അലിയിലേക്കും ഒക്കെ എത്തുന്നു. അത്തരം ചില വളരെ ചുരുക്കം ആളുകളിലേക്ക്, ആരിഫ് ഹുസൈൻ, ജാമിദ, അങ്ങനെ വളരെ ചുരുക്കം ചില പേരുകൾ വിട്ടുപോയിട്ട് ക്ഷമിക്കുക. അത്തരം ചില ആളുകൾ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചെയ്യാൻ ശ്രമിക്കുന്ന മഹത്തായ ഉദ്യമം ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ എത്രമാത്രം മതേതരത്വമുള്ളതായിരിക്കണം ഒരു മതം, എത്രമാത്രം രാജ്യത്തോടും സമൂഹത്തോടും കാലത്തോടും കൂറ് കൊളുത്തേണ്ടതായിരിക്കണം മതം എന്ന് ശാസ്ത്രാവബോധത്തോടെ ചിന്തിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്ന, സ്ത്രീയും പുരുഷനും തുല്യരാകുന്ന, സ്വന്തം തീരുമാനങ്ങൾക്ക് മേൽ വ്യക്തികൾക്ക് പൂർണ്ണമായ അവകാശമുള്ള, മതത്തിനോ മതപുരോഗതിനോ വിശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരു വ്യക്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ അല്ല നമ്മളിവിടെ വിലയിരുത്തുന്നത്. നമ്മളിവിടെ വിലയിരുത്തുന്നത് കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമം അല്ലെങ്കിൽ മാധ്യമ സംസ്കാരം എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ സംബന്ധിച്ച് ജീർണതയെക്കുറിച്ച് നമ്മൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മരം മുറിച്ച് കിടത്തുന്നവനും ജമാഅത്തെ ഇസ്ലാമിക്കാരുമെല്ലാം TV ചാനലുകൾ തുടങ്ങുന്ന ഒരു സാഹചര്യം. ഉമർ ഫൈസിയും നാസർ ഫൈസി കൂടത്തായുമെല്ലാം ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് എത്രമാത്രം നിഷ്പക്ഷമായിരിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്തിരുന്നു. അവിടെയാണ് നാട് കടത്തപ്പെട്ട തൻ്റെ പത്രാധിപന് വേണ്ടി നിലകൊണ്ട ഒരു പുരോഗമനവാദിയായ മാധ്യമ മുതലാളി ഇവിടെ വരുന്നത്. എന്തിനേയും ഏതിനേയും വില കൊടുത്തു വാങ്ങാമെന്ന് ചിന്തിക്കുന്ന വീരേന്ദ്രകുമാറിനെ പോലൊരു വ്യക്തിക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ ഇന്നും മരണശേഷവും കഴിയുന്നിടത്താണ് ഇദ്ദേഹത്തെ പോലൊരു വ്യക്തി വേറിട്ട് നിൽക്കുന്നത്. പത്രാധിപന് വേണ്ടി നിലകൊണ്ടു എന്നിടത്ത് മാത്രമല്ല, പത്ര സ്വാതന്ത്ര്യത്തിന് കൂടി വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. തൻ്റെ പത്രപ്രവർത്തകന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം അതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിലുള്ള വഴിയാണ് തുറക്കുന്നത്. എല്ലാ ഭാഷയിലും എല്ലാ രാജ്യത്തും ഇറങ്ങുന്ന പത്രങ്ങൾ ആ കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് വായിച്ച് വിലയിരുത്തുകയും അന്താരാഷ്ട്ര വാർത്തകൾ ലോകത്ത് തൻ്റെ വായനക്കാരുടെ എത്തിക്കണമെന്ന് ചിന്തിക്കുകയും ഏറ്റവും മികച്ച വാർത്തകൾ ഏറ്റവും നിഷ്പക്ഷമായി നൽകണമെന്ന് വാദിക്കുകയും പുരോഗമനവാദിയും പ്രതിഭാശാലിയുമായ പത്രപ്രവർത്തകന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം അന്യം നിന്ന് പോയൊരു തലമുറയിൽ അന്യം നിന്ന് പോയൊരു ജനസിൽപ്പെട്ടത്. അപ്പോൾ അത്തരമൊരു വ്യക്തിയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നു എന്നിടത്താണ് പ്രശ്നം. അതിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലെന്നതാണ്. ഹമാസിനെ പോലും തീവ്രവാദി സംഘടനയെ പൊതുസമൂഹം അംഗീകരിക്കണമെന്ന് നിർബന്ധം പഠിക്കുന്ന മുസ്ലിം ലീഗ് പോലും മാധ്യമപ്രവർത്തനത്തിൽ നിഷ്പക്ഷ മാതൃകയായ ഈ വ്യക്തിയെ അംഗീകരിക്കുന്നില്ല എന്നതാണ് കാരണം.
നമ്മൾ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു മാധ്യമ സംസ്കാരത്തെ വളരെ പരസ്യമായി അവഹേളിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. രാഷ്ട്രീയമായ മതപരമായ വിശ്വാസപരമായ താല്പര്യങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുമ്പോഴും അത് പ്രകടിപ്പിക്കാതിരിക്കുക, തൻ്റെ ചുമതല പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ള സാമാന്യ ഒരു ദൗത്യം, സാമാന്യമായ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാത്തവരായി മാധ്യമപ്രവർത്തകർ മാറുകയാണ്. പോലീസുകാരനും പട്ടാളക്കാരനും എല്ലാം ഫയർഫോഴ്സുകാരനും എല്ലാം മതമുണ്ടെന്നും മതരാഹിത്യമുണ്ടെന്നും വിശ്വാസരാഹിത്യമുണ്ടെന്നും രാഷ്ട്രീയരാഹിത്യമുണ്ടെന്നും എല്ലാം തിരിച്ചറിയാൻ കഴിയാതെ തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ താല്പര്യങ്ങൾ, തങ്ങളുടെ രാഷ്ട്രീയ ആദർശത്തിന് വേണ്ടി വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം കൃമികീടങ്ങളായി മാധ്യമപ്രവർത്തകർ യാഥപ്പതിച്ചു. വിരലെണ്ണാവുന്നവരെ ഒഴിച്ചു നിർത്തി. അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം പ്രകടിപ്പിക്കാനുള്ള ഇടമാണോ, അതുമല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഇടമായതുകൊണ്ടാണ് അവരവിടെ എത്തിയത്, അതോ തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ ഉടമയോടുള്ള വിധേയത്വമാണ് അവർ കാണിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ്. ഇതാണ് മാധ്യമപ്രവർത്തനം, ഇതാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് നമ്മൾ അസ്വസ്ഥയോടെ നോക്കിക്കാണിക്കുന്നു. നമ്മൾ പലപ്പോഴും പല വിഷയം ചർച്ച ചെയ്തപോലെ ഇതാണ് ശരി, ഇതാണ് സത്യം, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധം ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നത്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിലും പൗരധർമ്മത്തിൻ്റെ കാര്യത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും മാധ്യമ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയുടെ കാര്യത്തിലുമെല്ലാം ഉയർന്ന മൂല്യങ്ങൾ പുലർത്തിയ ഒരു വ്യക്തിയുടെ 150-ാം വാർഷികം ഓർമ്മിക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപ്പതിച്ചു. പള്ളിയിൽ അച്ഛനോട് മാപ്പ് പറയാനും പുരോഹിതനോട് മാപ്പ് പറയാനും സന്യാസിവാര്യന്മാരെ കണ്ട് അനുഗ്രഹം വാങ്ങാനുമെല്ലാം പ്രീണനത്തിന് വേണ്ടി ഇരക്കുന്നൊരു പുരോഗമന പ്രസ്ഥാനം ഉള്ളൊരു നാട്ടിൽ ഇത്തരം വ്യക്തികൾ വിസ്മൃതിയിൽ ആണ്ടു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഇതുതന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ജാതീയത കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിൽ താൻ ഉൾപ്പെടുന്ന സമൂഹത്തെ ആത്മാഭിമാനമുള്ള വ്യക്തിത്വമുള്ള പൗരന്മാരാക്കി മാറ്റാൻ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഹിംസ ഒഴിവാക്കി പോരാടാൻ പ്രയത്നിച്ച ഒരു വ്യക്തിയെ ഒരു പ്രത്യേക ജാതി സംഘടന സ്വന്തമാക്കിയിരിക്കുന്നതിനുള്ള വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. മുമ്പൊരു ലേഖനത്തിൽ ആരാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ദളിത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അത്തരമൊരു പദപ്രയോഗമാണ് ശ്രീനാരായണീയർ എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സ്വന്തമാക്കാനുള്ള അവകാശം കുറച്ച് വ്യക്തികളിലേക്ക് ഒരു ജാതി സംഘടന ചുരുക്കുന്നു. SNDP യോഗത്തിൻ്റേത് മാത്രമല്ല ശ്രീനാരായണ ഗുരു എന്ന് പറയാനുള്ള ആർജവും മതേതര പ്രസ്ഥാനങ്ങൾ BJP മുസ്ലിം ലീഗോ പോലെയുള്ള മതം ഉപയോഗിച്ച് വോട്ട് ചോദിക്കുന്ന പാർട്ടികളെ മാറ്റി നിർത്തിയാൽ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ വേദന. വലിയ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുന്ന ആൾക്കാർ അവരെ ഒരു പ്രത്യേക കോളത്തിനുള്ളിലേക്ക് ചുരുക്കുക എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. മതം ഉപയോഗിച്ച് എല്ലാം നേടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വിശാലമായ ആശയങ്ങൾ കൊണ്ടു നടന്നിരുന്ന ആളുകളെ, വ്യക്തികളെ, ആശയങ്ങളെല്ലാം തങ്ങളിലേക്ക് ചുരുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ വിവേകാനന്ദൻ മുതൽ മാർട്ടിൻ ലൂതർ കിങ് വരെയുള്ളവരുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പോരാട്ടം കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. വിവേകാനന്ദൻ്റെ പോരാട്ടം ഹിന്ദുമതത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. മനുഷ്യൻ്റെ ഉന്നമനത്തെക്കാൾ ഉപരി ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പോരാട്ടമാണ് അവരുടേത്. അത് രാജാറാം മോഹൻ റോയുടേതാവാം, അംബേദ്കറുടേതാവാം, റോസ പാക്സിൻ്റേതാവാം, അത് സോക്രട്ടീസിൻ്റേതാവാം. അവർ പ്രതിനിധീകരിച്ചിരുന്നത് ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെയായിരുന്നു. പക്ഷേ അവർ ആ സമൂഹത്തെ ആ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായി ഒന്നിച്ച് ചേർക്കാനാണ് അവർ ശ്രമിച്ചത്. കാരണം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പോരാട്ടം കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, കറുത്തവർഗ്ഗക്കാരനും വെളുത്തവർഗ്ഗക്കാരനും രണ്ടല്ലാതെ ആയി മാറുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സംഭവിച്ചത്. അമ്പലത്തിലേക്ക് കയറാനുള്ള അവകാശം, അമ്പലത്തിൽ പൂജ ചെയ്യാനുള്ള അവകാശമായി
മാറേണ്ടതിനെക്കുറിച്ച് ഇന്നും ചർച്ച ചെയ്യുന്നില്ല. ഭൂരിപക്ഷ വോട്ടുകളോ മുസ്ലിം വോട്ടുകളോ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ജാതി സെൻസസ് എടുക്കാൻ പോലും മടിക്കുന്ന ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം വ്യക്തികളെയും ഇത്തരം ആദർശങ്ങളെയും ഇത്തരം ആശയങ്ങളെയും ഒരു പ്രത്യേക ചട്ടക്കൂടിലേക്ക് ചുരുക്കുന്നതിനെ നമ്മൾ എതിർക്കേണ്ടിയിരിക്കും. അവർ നമുക്ക് കാണിച്ചു തന്നത് ഒരു തുറന്ന വഴിയാണ്. SNDP യോഗമോ NSS കലിയോഗമോ ബ്രാഹ്മണ സഭയോ യോഗക്ഷേമ സഭയോ പുലയ സഭയോ ഒക്കെ ഇല്ലാതാവുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കണ്ടത്. അതിന് പകരം ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഉടമസ്ഥതയിലേക്ക് ശ്രീനാരായണ ഗുരു എന്ന വ്യക്തി വരുന്നു. ശ്രീനാരായണീയർ എന്നൊരു പ്രത്യേക വിഭാഗം വരുന്നു. ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി വ്യക്തിത്വവും ആത്മാഭിമാനത്തോടെ ഓരോ പൗരനും ജീവിക്കണമെന്നും ശാസ്ത്രാവബോധത്തോടെ തുല്യനീതിയോടെ അവൾക്ക് അല്ലെങ്കിൽ അവനെ ജീവിക്കാൻ കഴിയണമെന്ന് വിശ്വസിക്കുന്ന ഓരോ പൗരൻ്റേതുമാണ് ശ്രീനാരായണ ഗുരുവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും എല്ലാം ചിന്തിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും. അത്തരമൊരു ദൗത്യം ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ പോലെയുള്ള മതേതര സംഘടനയാണ്. BJPയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാര്യത്തിലാണെങ്കിൽ അത്തരമൊരു ദൗത്യമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെയും PDPയെയും എല്ലാം സേവിച്ച് ബാക്കി സമയം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവരത് ശ്രമിക്കുമെന്ന് കരുതാൻ കഴിയില്ല. സവർണ്ണ മേധാവിത്വത്തിന് കൊടി പിടിക്കുന്ന പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നിശബ്ദരാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കാമെന്ന് കരുതുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ BJPയും ശ്രീനാരായണ ഗുരുവിനെ സ്വതന്ത്രരാക്കാൻ സമ്മതിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതേതരം കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഓരോ വ്യക്തിയുടെയും ദൗത്യമായിട്ട് ഇത് മാറുകയാണ്. നമ്മളിത് ഏറ്റെടുത്തേ തീരും. കാരണം വിശാലമായ ആശയങ്ങൾ എന്നത് കാലാതീതമാണ്, സർവ്വശ്രേഷ്ഠിയാണ്. എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ആശയങ്ങളെ വ്യക്തികളെ തിരിച്ചറിയേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്, അവരെ സ്വതന്ത്രരാക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങേണ്ടവരല്ല അവരെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അവരെ നമ്മൾ പുണരേണ്ടിയിരിക്കുന്നു.